നമസ്കാരം. അർജുനായി ഇന്ന് കേരള രാഷ്ട്രീയം വല്ലാണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മഹത് വ്യക്തിയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോകുന്നു. ജാമ്യാപേക്ഷ കോടതി നിരുപാധികം തള്ളിക്കളയുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹത്തിന് SI മെസ്സേജ് അയച്ചുവെന്നും SI അദ്ദേഹത്തോട് കീഴടങ്ങണമെന്ന് പറയുന്ന പലതരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതിന് മറുപടിയായി എന്താ പറയുക, വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങളാണ് ഇന്നലെ വരെ നടന്നിരുന്നത്. അതായത് SIയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അർജുനായെങ്കിലും SIയും തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കൽ മാത്രമായിരുന്നു അതുണ്ടായിരുന്നത്. പല രാഷ്ട്രീയക്കാരും അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഇതിനെ ചർച്ച ചെയ്യപ്പെട്ടത് അത് ആഭ്യന്തര വകുപ്പിനോട് കൂടിയുള്ള വെല്ലുവിളി എന്നുള്ള രീതി തന്നെയാണ്. സ്വാഭാവികമായും അത് രമേശ് ചെന്നിത്തലയുടെ കാതിലെത്തുന്നു. അത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നു. അപ്പം അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹത്തോട് SI പറയുന്നത് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാവണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അദ്ദേഹം പറ്റില്ല എന്നുള്ളത് പറയുന്നു. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് പറ്റുമെങ്കിൽ പിടിക്കൂ, ഞാൻ ജാമ്യം എടുത്തിട്ടേ വരൂ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ജാമ്യം എടുക്കാണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല, അതിനു മുമ്പ് നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റുമെന്ന് പിടിക്കുന്നു കാണട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം അതിന് മറുപടിയായി രമേശ് ചെന്നിത്തലയും ഇന്നലെ പരസ്യമായ രംഗത്ത് വരുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇനി എന്താ വരുന്നതെന്ന് നോക്കൂ, നമുക്ക് കാണാം എന്നുള്ള രീതിയിലാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അപ്പം അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ അർജുൻ ആയങ്കിയെ കൃത്യമായിട്ട് ചൊടിപ്പിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന അദ്ദേഹത്തെ ചൊടിപ്പിച്ചു എന്നുള്ളത് കൃത്യമാണ്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മാസ് മറുപടിയുമായി അദ്ദേഹം FB പോസ്റ്റിൽ വന്നു. ഇന്നലെ വരെ SI ആയിട്ടുള്ള കൊമ്പ് കോർക്കൽ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാം മാറ്റി അത് ഫേസ്ബുക്കിലൂടെ വരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്കും അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മെസ്സേജ് അയക്കുന്നു. അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് ആയിരുന്നു വായിക്കാം. ഇനി എന്താണ് വരുന്നതെന്ന് നോക്കും എന്നൊക്കെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും പ്രതി ചേർക്കപ്പെട്ട് ജയിലിലാകപ്പെട്ട കേസിനെ പറ്റി പുനരന്വേഷണത്തിന് ഉത്തരവിടാൻ ശേഷം ഞാൻ നിരപരാധിയാണെങ്കിൽ കള്ളക്കേസ് എടുത്ത് ദുർവിനിയോഗം ചെയ്ത CI പ്രശാന്തിനെതിരെ നടപടിയെടുക്കാൻ ഞാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു. എങ്കിൽ ഞാൻ താങ്കളെ നേരിട്ട് വന്ന് പൊന്നാട അണിയിക്കും, ഉമ്മ തരും, അല്ലാണ്ട് വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ആകെ പ്രസ്താവന ഇങ്ങനെയാണ്. ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് പുനരന്വേഷിക്കണം, അന്വേഷിച്ചിട്ട് താൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മേൽ പറയപ്പെട്ട SIക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ രമേശ് ചെന്നിത്തലക്ക് തൻ്റെ ഇടമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ചെന്നിത്തലയെ ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ ചെയ്താൽ അദ്ദേഹം നേരിട്ട് വന്ന് രമേശ് ചെന്നിത്തല പൊന്നാട അണിയിക്കും, മാത്രമല്ല ഫ്രീ ആയിട്ട് ഒരു കിസ്സും കൊടുക്കും, അതായത് ഒരു ഉമ്മയും കൊടുക്കും എന്നുള്ള അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അല്ലാണ്ട് വിരട്ടരുത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിരട്ടണ്ട. അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞായിരുന്നല്ലോ ഇത്തരത്തിൽ കേസ് വന്ന് കീഴടങ്ങണം എന്നുള്ളത്. പിന്നീട് രമേശ് ചെന്നിത്തല പറഞ്ഞു എന്താ ഉണ്ടാവുന്നത് കാണാം എന്നുള്ളത് പറയുന്നു. അപ്പൊ ഇതിനോട് അല്ലാണ്ട് ഇതൊന്നും കണ്ട് എന്നെ പറഞ്ഞൊന്ന് പേടിപ്പിക്കണ്ട, വളർന്ന പാർട്ടി വേറെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം ശരിയായിരിക്കാം, അദ്ദേഹം വളർന്നത് വേറെ പാർട്ടിയിലായിരിക്കും. പക്ഷെ അതേ പാർട്ടി തന്നെ പിന്നീട് പറഞ്ഞത് ഇദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തകനല്ല, ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്ന് പറയുന്നു. അപ്പം അദ്ദേഹം പിന്നെ ഏത് പാർട്ടിക്കാരനാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. കാരണം CPMകാർക്ക് വേണ്ട, CPIക്കാർക്ക് വേണ്ട, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ട, പിന്നെ അദ്ദേഹം UDFും BJPയും അല്ല, പിന്നെ ഇപ്പൊ ഏതാണ് അദ്ദേഹത്തിന്റെ പാർട്ടി എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹം വളർന്നു വന്ന പാർട്ടി പക്ഷേ CPM ആയിരിക്കും. പിൽക്കാലത്ത് CPM അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഒരു പ്രവർത്തകൻ ഞങ്ങൾക്കില്ല എന്നുള്ള തരത്തിലല്ല. അപ്പം ആർക്കും വേണ്ടാത്ത വലിച്ചെറിയപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനായി മാറുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം രമേശ് ചെന്നിത്തലയുമായി പരസ്യമായി കൊമ്പ് കോർക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വിരട്ടിണ്ട, വളർന്ന പാർട്ടി വേറെയാണ് എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം തൂഫാനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. അപ്പം ആദ്യമായി അദ്ദേഹം ഒതുക്കുന്നത് ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ഡീൽസ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ നിന്ന് പതിയെ ഇല്ലാണ്ടാക്കാനുള്ള അതിൻ്റെ വേരുകൾ കട്ട് ചെയ്യാനുള്ള തിരക്കിലാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നലെ അദ്ദേഹത്തെ ഇത് കൃത്യമായി ചൊടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാർത്താ ബൈറ്റിൽ നമ്മൾ കണ്ടതായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്താ ഉണ്ടാവുകയെന്ന് കാത്തിരുന്നോളൂ എന്നുള്ള തരത്തിൽ പറയുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനയായി കണ്ട് അർജുനായെങ്കി വരുന്നത്. എന്തായാലും അർജുനായെങ്കി ഇനി യഥാർത്ഥ പാർട്ടിക്കാരനാണോ എന്ന് അല്ലയോ എന്നുള്ളത് ആദ്യം വ്യക്തമാക്കേണ്ടത് CPM ആണ്. അദ്ദേഹം എപ്പോഴും പരസ്യമായി പറയുന്നു വളർന്ന പാർട്ടി വേറെയാണ് എന്നുള്ളത്. നിലവിലുള്ള പാർട്ടി വേറെയാണെന്നല്ല പറയുന്നത്, വളർന്ന പാർട്ടി വേറെയാണ് എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തലയുടെ പാർട്ടിയല്ല അദ്ദേഹത്തിന്റെ പാർട്ടി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നു. അതുകൊണ്ട് ഏത് നിലക്കും വെല്ലുവിളിക്കാനും അതിനനുസരിച്ച് നിൽക്കാനും ഞങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് പറയാണ്ട് പറയുന്നത്.
അപ്പൊ എന്തായാലും ഇത് രമേശ് ചെന്നിത്തലക്ക് ഇന്നലെ രമേശ് ചെന്നിത്തല നേരിട്ട് ബാധിക്കുന്ന കാര്യമായിരുന്നു, പോലീസിനോട് പറഞ്ഞത് അദ്ദേഹത്തെ ബാധിക്കും. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ പേരെടുത്തുകൊണ്ടുള്ള പ്രസ്താവനക്കൊന്നും അർജുന ആങ്കി കടന്നിരുന്നില്ല. ഇന്നലെ പോലീസുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് എന്നല്ല, ഇന്നലെ രാത്രിയോടുകൂടി അത് നേരിട്ട് രമേശ് ചെന്നിത്തലയും അർജുന ആങ്കിയും തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കലാകുന്നു. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. CPM സംരക്ഷിക്കുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം നിൽക്കുന്നുണ്ട്. കാരണം CPM എക്കാലത്തും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി കൂട്ടുനിന്നിട്ടുണ്ട്. അപ്പം ഇനിയും അത് ചെയ്യുമോ അതോ അതെല്ലാം കൈ മലർത്തുമോ എന്നുള്ള വലിയൊരു ആകാംക്ഷയോടെയാണ് കേരള രാഷ്ട്രീയം കാത്തു നിൽക്കുന്നത്. എന്തായാലും അർജുന ആങ്കി ഇപ്പോഴും പാർട്ടിക്കാരനാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ പറയുന്നത് ഞാൻ CPM-കാരനാണ് എന്നുള്ളതാണ്. പക്ഷെ CPM-ഉം DYFIക്കും പണ്ടേ തള്ളിക്കളഞ്ഞതാണ്. ഇത്തരത്തിലുള്ള നേതാവ് ഞങ്ങൾക്ക് ഇല്ല എന്നുള്ള തരത്തിൽ. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം നിലവിൽ ഇത്തരത്തിൽ ഭരണപക്ഷത്തിനെതിരെ കൃത്യമായി ആയുധങ്ങൾ മെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ തിരിച്ചടിയായി സ്വന്തം പാർട്ടിയിലെ നേതാവ് തന്നെ, പാർട്ടിക്കാരനാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ സ്വന്തം പാർട്ടിക്കാരനെ തന്നെ CPM-നെ എന്ത് പറയേണ്ടി വരും അല്ലെങ്കിൽ എന്ത് നിലപാടെടുക്കേണ്ടി വരും എന്നുള്ള കാര്യം മുമ്പിൽ കിടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. കാരണം ഇത്രയും നേരം വെല്ലുവിളി ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പോലീസിനെ മാത്രമായിരുന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി അത് കൃത്യമായി ആഭ്യന്തര വകുപ്പിനെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേരള പോലീസിന്റെ മാത്രം പ്രശ്നമായിരിക്കില്ല, മൊത്തം ആഭ്യന്തരം കൈയാളുന്ന രമേശ് ചെന്നിത്തലയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചെന്നിത്തലയുടെ മൂക്കിൻ തുമ്പത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ കേരള രാഷ്ട്രീയത്തിൽ നിന്നും ആയങ്കിമാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഓപ്പറേഷൻ തൂഫാനെ പോലെ ഇത്തരത്തിലുള്ള ഗുണ്ടകൾ എന്നറിയപ്പെടുന്ന, ഇദ്ദേഹം ഗുണ്ടയാണെന്നാണ് പല രാഷ്ട്രീയ മാധ്യമങ്ങളിൽ തന്നെ പറഞ്ഞത്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ആൾക്കാരെ കൃത്യമായി ഒതുക്കി നിർത്താൻ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പിന് കഴിയുമോ അതല്ല രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ എന്നുള്ള ചോദ്യചിഹ്നം നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കും രമേശ് ചെന്നിത്തലയുടെ പോക്ക്, ഇന്നലെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം വെറും വാക്കുകൾ മാത്രമായിരിക്കുമോ എന്നുള്ളതും ചർച്ചാ വിഷയമാണ്. എന്നിരുന്നാലും കാത്തിരുന്ന് കാണാം ഇതുമായി ബന്ധപ്പെട്ട CPM ഇദ്ദേഹത്തെ സംരക്ഷിക്കപ്പെടുമോ എന്നുള്ളതും. മാത്രമല്ല ചെന്നിത്തല ഇദ്ദേഹത്തിനെതിരെ എന്ത് നടപടി എടുക്കുന്നുള്ളതും. ഇപ്പോഴും ചെന്നിത്തലയുടെ മൂക്കിൽ തുമ്പത്തുണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതും. കാരണം നമുക്കറിയാം കേരളത്തിൽ എവിടെ പോയിരുന്നാലും അത് ആഭ്യന്തര വകുപ്പിന്റെ ഇന്റലിജൻസ് അറിയാണ്ട് അവിടെയും നടക്കില്ല. പക്ഷെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ കേരളത്തിൽ തന്നെ നിൽക്കുന്നു, കൃത്യമായിട്ടുള്ള പോലീസ് പോസ്റ്റുകളെല്ലാം നടത്തുന്നു. അപ്പം എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം CPM-ന്റെ നിലപാട് എന്തായിരിക്കും. CPM കൈമലർത്തുമോ അതല്ല CPM സംരക്ഷിക്കപ്പെടുമോ? ഇതൊന്നുമല്ല, രമേശ് ചെന്നിത്തല അരയും മുറുക്കി രംഗത്തോട്ട് ഇറങ്ങുമോ? ഇത്തരത്തിലുള്ള ആയങ്കിമാരെ കീഴടങ്ങിയിട്ട് ഇനി ഒരു റെസ്റ്റ് എന്നുള്ള രീതിയിലോട്ട് ചെന്നിത്തല മാറുമോ എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം.